കുട്ടികളെ വളരെ ചെറുപ്പത്തിൽ പഠിപ്പിക്കുന്നു. അതായത് ജനിക്കുമ്പോൾ ഒരു സംസ്കാരം, ജാത കർമ്മം, ഗർഭസ്ഥാവസ്ഥയിൽ ഗർഭിണി പരിപാലിക്കേണ്ട നിയമങ്ങൾ, ഗർഭിണി ആയിരിക്കുമ്പോൾ തന്നെ കുട്ടിക്ക് അറിവ് കിട്ടാൻ അടുത്തിരുന്ന് വേദം ചൊല്ലൽ, എനിക്ക് ഓരോ ഇറുക്കുകളുണ്ട്. പ്രത്യേകം വേളിയിലുണ്ട്, വിവാഹത്തിലുണ്ട്. ഇങ്ങനെ കൃത്യമായി ഇത് അടുക്കോടെ പോകുന്ന ഈ ക്രമമായ ജീവിതത്തിന് പുറത്തുള്ള സുഖങ്ങളൊന്നും തേടാൻ അനുവദിക്കാത്ത ഒരു ജീവിത മാതൃകയിലൂടെ ഇങ്ങനെ പോയാൽ ജീവിതത്തിന് എന്തർത്ഥം എന്ന് തേടിയ അകത്തുനിന്നുള്ള എതിർപ്പ് വലുതാണ്. എത്രയൊക്കെ പറഞ്ഞാലും ഈ മനസ്സും ഇന്ദ്രിയങ്ങളും പുറത്തേക്ക് പോകാൻ ഇഷ്ടപ്പെടുന്ന, അതൊരു അച്ചടക്കത്തിൽ പോകാൻ ആരും ഇഷ്ടപ്പെടുന്നില്ല. ആദ്യകാലത്ത് എന്തായാലും സ്വയം തീരുമാനിച്ചല്ല ഈ 5-8 വയസ്സിലൊക്കെ പോയി ഇതിന് ഇരുന്ന് കൊടുക്കുന്നത്. ആരുടെയും നിർബന്ധമാണ്. അത് സ്നേഹോദാരമായൊരു സമീപനമാണെങ്കിൽ അത് പിന്നീട് ധനാത്മകമായി വളർന്നു വരും. വാത്സല്യവും സ്നേഹവും ഒന്നുമില്ലാത്തൊരു നിയമമാണെങ്കിൽ അതിനോട് ശത്രുതയുണ്ടാവും. അപ്പോൾ ഇതിനെ എതിർത്തുകൊണ്ടാണ് ഒരു 5 വയസ്സ് കഴിഞ്ഞ് മതി പഠിപ്പിക്കൽ. അന്നൊരു വലിയ സ്വാതന്ത്ര്യമാണ് കേരളത്തിലെ കുട്ടികൾ അനുഭവിച്ചത്. പക്ഷെ അവർ നഷ്ടപ്പെടുത്തിയതൊരു സംസ്കൃതി മുഴുവനും. കച്ചവട സംഘങ്ങൾക്ക് കിട്ടിയതോ വലിയൊരു നേട്ടം. പ്രാഥമികമായി കുട്ടിയെ സ്കൂളിൽ വിടണമെങ്കിൽ 5 വയസ്സ് കഴിഞ്ഞിരിക്കണം. എന്നിട്ട് പോലും പല കുട്ടികളെയും അടിച്ച സ്കൂളിൽ കൊണ്ടാക്കി അച്ഛനമ്മമാർ. പല വീടുകളിൽ നിന്നും സ്കൂൾ വരെയുള്ള ദൂരം വടിയും എടുത്തൊരു തള്ളയോ തന്തയോ തല്ലിക്കൊണ്ട് വിടുക, ഇത് കരഞ്ഞു നിലവിളിച്ച് പോവുക. അന്ന് മിക്കവാറും ഒരു കോണകം മാത്രം കൊടുത്താൽ പോവുക. ആദ്യകാല സ്കൂൾ വിദ്യാഭ്യാസത്തിൻ്റെ കാലത്ത് വലിയ സമ്പന്ന വീട്ടിൽ നിന്ന് വരുന്ന കുഞ്ഞാണെങ്കിൽ ഒരു 3-ാം ക്ലാസ്സിലും 4-ാം ക്ലാസ്സിലും ഒക്കെ എത്തുമ്പോഴേക്ക് ഒരു ഈർക്കിലിക്കരയൻ കോട്ടാർ മുറി ഉണ്ടാവും. വലിയ സമ്പന്നനാണെങ്കിൽ ഒരു ആനമാർക്ക് പെൻസിലും ഒക്കെ മേടിച്ചു വരും. ഇല്ലെങ്കിൽ സാധാ ജീവിതമാണ്. നിക്കറിടാനും മുണ്ടെടുക്കാനും ഒക്കെ തുടങ്ങുന്നത് തന്നെ ഒരു 3-ാം ക്ലാസ്സിലൊക്കെ എത്തുമ്പോഴത്തേക്കേ ഉള്ളൂ. കാരണം ആ വേദം പഠിച്ചിരുന്ന കാലഘട്ടത്തിലെ കോണകത്തിൻ്റെ തുടർച്ചയുമായാണ് ആദ്യകാല സ്കൂൾ ജീവിതം തുടങ്ങുന്നത്. 5 വയസ്സിലാണെന്ന് ഓർക്കണം. ഇന്ന് 5 വയസ്സ് എത്തുമ്പോഴേക്ക് അച്ഛനും അമ്മയും വീട്ടിൽ കാണിക്കുന്ന ശൃംഗാര ചേഷ്ടകളും ആ കുട്ടികളെ കട്ടിലിൽ കിടത്തിയുള്ള ദമ്പതിക്രിയകളും മാധ്യമങ്ങൾ വഴി വരുന്ന അറിവുകളും ഒക്കെ നേടി ഒരുമാതിരി പരിപക്വമായ യൗവനത്തിൻ്റെ സുഖഭോഗങ്ങളിൽ കുഞ്ഞുങ്ങൾ എത്തുമെന്നാണ് എനിക്ക് തോന്നുന്നത്. അവിടെ വിചിത്രമായൊരു സംഭവം കൂടിയുണ്ട്. അതായത് ഈ കുഞ്ഞ് ലൈംഗികതയിലേക്ക് അധ്യാപകനെയും പരിചയക്കാരനെയും ഒക്കെ പതുക്കെ വലിച്ചുകൊണ്ട് പോകും. കുഞ്ഞിന് അറിവില്ല എന്ന ഒരു തീരുമാനവും കുഞ്ഞ് ചെറുപ്പമാണെന്നുള്ള തീരുമാനവും മുതിർന്നവൻ കുഞ്ഞിനെ പീഡിപ്പിച്ചു എന്നാണ് പലപ്പോഴും കണ്ടെത്തുന്ന സത്യം. മുതിർന്നവനെ കുഞ്ഞാണ് പീഡിപ്പിച്ചത് എന്ന് വേറൊരു ദിശയിൽ നോക്കിയാൽ ബോധ്യമാകും. കാരണം അറിവില്ലായ്മയാണ് പീഡനത്തിൻ്റെ അടിസ്ഥാനം. അറിവില്ലായ്മ പീഡനത്തിലേക്ക് വളരണമെന്നുണ്ടെങ്കിൽ അറിവില്ലായ്മയിൽ അസ്മിതയും അഹന്തയും ഒക്കെ രൂപാന്തരപ്പെടണം. വളരെ ചെറുപ്പത്തിൽ തന്നെ ഇവ രൂപാന്തരപ്പെടത്തക്ക വിധത്തിൽ നിങ്ങളുടെ വിദ്യാഭ്യാസ സംസ്കാരങ്ങളും നിങ്ങളുടെ കച്ചവട സംസ്കാരങ്ങളും വളർന്നു കഴിഞ്ഞിരിക്കുന്നു. കുട്ടിയിൽ ലൈംഗിക ഉത്സർജനം വരുന്ന തരത്തിലുള്ള ഔഷധങ്ങൾ അമ്മ ഗർഭകാലത്ത് കഴിക്കുന്നു. ഇന്നൊരു 8 വയസ്സുള്ള പെൺകുട്ടിയും മറ്റും പെണ്ണാണെന്ന് തിരിച്ചറിയുന്ന രജസ്വലയാകുന്ന പ്രക്രിയയിലേക്കൊക്കെ വരുന്നതൊന്നും അസാധാരണമല്ല. ഹോർമോണുകളുടെ ഇംബാലൻസൊക്കെ അത്രയേറെ വൈകല്യങ്ങൾ ഉണ്ടാക്കുന്നു. അടുത്ത കാലത്താണ് കേന്ദ്ര നിയമ തലങ്ങളിൽ ഇപ്പോൾ ഒരു നിയമം തന്നെ പാസാക്കിയത് എന്ന് തോന്നുന്നു.